വളരെയേറെ പോരിശയും അത്ഭുതങ്ങളും നിറഞ്ഞിട്ടുള്ള പവിത്രമായ റജബിന്റെ ആ പകലുകളിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. ആ റജബിന്റെ പുണ്യം ഏതെങ്കിലും ഒരാൾ വീടിന്റെ കത്തട്ടിൽ ഒരാൾ നോമ്പ് നോറ്റത് കൊണ്ടെല്ലാം വിടൂല. ചില ആളുകൾ റജബ് മാസം നല്ലതുപോലെ നോമ്പ് നോറ്റുകൊണ്ട് കടന്നു വരുന്നവരുണ്ട്. എല്ലാ മേഖലകളിലും അല്ലാഹുവേ എന്നുള്ള ആ ഒരു ചിന്തയിലൂടെ മനുഷ്യന്മാര് കടന്നു വരുന്നവരുണ്ട്. എന്നാൽ എന്റെ സഹോദരങ്ങളെ, മഹാനായ ഉവൈസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു പോവുകയാണ്, ഏതൊരു മനുഷ്യനാണ് പരിശുദ്ധമായ റജബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ റജബ് ഷഹറുല്ലാഹ്, റജബ് ഷഹറുല്ലാഹ്, റജബ് അല്ലാഹുവിന്റെ മാസമാണ്. റജബ് അല്ലാഹുവിന്റെ മാസമാണ്. ഏതൊരാളാണ് പവിത്രമായ പരിശുദ്ധമായ ഈ റജബിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വരുന്നത്, സുബ്ഹാനല്ലാഹ്, റജബിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരാൾ അവനവന്റെ വീടിന്റെ കത്തട്ടിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിന്റെ വെള്ളി വെളിച്ചം അവന്റെ കുടുംബത്തിൽ അല്ലാഹു വീശിക്കൊടുക്കുകയാണ്. ആ സമയമാണ് രോഗം മാറുന്നത്, ആ സമയമാണ് സങ്കടം മാറുന്നത്, ആ സമയമാണ് നിനക്കുള്ള സകലമായ ദുഃഖങ്ങളും അല്ലാഹു മാറ്റുന്നത്. ചില ആളുകൾക്ക് വീടുണ്ടാകൂല, ദുആ ചെയ്യ്, ഇത് അല്ലാഹുവിന്റെ മാസമാണ്. ചോദിച്ചാൽ കിട്ടേണ്ടുന്ന, ചോദിച്ചാൽ ലഭിക്കേണ്ടുന്ന പവിത്രമായ മാസം. ഈ പവിത്രമായ മാസത്തിനെ ആരാണ് ഇഷ്ടപ്പെട്ടുകൊണ്ട് അവൻ കടന്നു വന്നിട്ട് ജീവിതം അല്ലാഹുവേ സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അവനിക്ക് വിജയിക്കാൻ അല്ലാഹു തൗഫീഖ് കൊടുക്കുമെന്നാണ്. റജബ് നോമ്പിനെ ഒരാൾ ബഹുമാനിച്ചു. അങ്ങനെ ബഹുമാനിച്ചുകൊണ്ട് കടന്നു വന്നാൽ അവനിക്കൊരുപാട് മഹത്വങ്ങളുണ്ട്, അവനിക്കൊരുപാട് മഹത്വങ്ങളുണ്ട്. റജബിൽ സുന്നത്ത് നോമ്പ് നോക്കാൻ കഴിയുന്നവരൊക്കെ നോമ്പ് നോക്കുമോ? കാരണം എന്തെന്നറിയുമോ? നമ്മൾ ദുനിയാവിന്റെ പുറത്തുനിന്ന് വിട പറഞ്ഞാൽ കട്ടിലിൽ വിളിച്ചിട്ടിരിക്കുന്ന 3 കഷണം വെള്ളത്തുണിയുണ്ടല്ലോ, ആ 3 കഷണം വെള്ളത്തുണിയിലെ പെങ്ങളെ, എന്റെ ചെറുപ്പക്കാരാ, നിങ്ങൾ അങ്ങ് കൊണ്ടുവച്ചാൽ പിന്നെ ആ സമയം മുതൽ ആരാ നമുക്കുള്ളത്, ആരാ കൂട്ടിനുള്ളത്, ആരാ സന്തോഷത്തിനുള്ളത്? നിങ്ങൾ ചെയ്ത ഈ റജബിന്റെ പവിത്രത മാത്രമാണ്. ഒരാളും നമ്മുടെ കൂടെ വരാനോ സഹായിക്കാനോ ഭക്ഷണം തരാനോ വെള്ളം തരാനോ ഇല്ല. അപ്പോ ചിന്തിച്ചു നോക്ക്, അവിടെ തനിച്ചല്ലേ, ഏകാന്തതയുടെ മോകാന്തതയിൽ ആ ഖബറിന്റെ ഉള്ളിൽ തനിച്ച് കിടക്കുന്നവരെ ഈ പവിത്രമായ റജബിൽ നിങ്ങൾ നോമ്പ് നോറ്റിട്ടില്ല, പക്ഷേ അതിനെ നിങ്ങൾ സ്നേഹിച്ചുകൊണ്ട് കടന്നു വന്നാൽ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, നിങ്ങൾ പോലും അറിയാത്ത വഴികളിലൂടെ അല്ലാഹുവിന്റെ കാവലങ്ങ് വരുന്നതാണ്. ഏതൊരു മേഖലയിലും അല്ലാഹുവിന്റെ കാവല് വേണം, ഇല്ലേ? എത്ര വലിയ ഇബാദത്ത് ചെയ്യുന്നവനാണെന്ന് പറഞ്ഞാലും അല്ലാഹുവിനെ മതിമറന്നൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. പവിത്രമായ റജബിന്റെ ശ്രേഷ്ഠതകളും അതിന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കുകയും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്താൽ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നിഅമത്തുകൾ അല്ലാഹു നമുക്കെല്ലാവർക്കും ചൊരിഞ്ഞു നൽകും. ഒരുപാട് നിഅമത്തുകൾ ജീവിതത്തിൽ നമ്മൾ എണ്ണിയാൽ പോലും തീരാത്തത്രത്തോളം പോരിശകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹുവിന്റെ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ റിസാലത്തിന്റെ അധരങ്ങളിലൂടെ അടർന്നു വീഴുന്ന ഓരോ അമൂല്യ മുത്തുകളും ലോകത്തിന്റെ ഒരു പാഠമാണ്. അത്ഭുതങ്ങളുടെ കലവറയാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധമായ റജബിന്റെ നോമ്പുകളും ആ റജബിന്റെ മഹത്വങ്ങളും ഒരാൾ അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ ഈ റജബ് മുഴുവൻ അവൻ നോമ്പ് നോക്കുമായിരുന്നു. അത്രയും മഹാത്മ്യങ്ങളും അത്രയും പോരിശകളും അത്രയും അത്ഭുതവുമാണ് പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം.
അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോഴാണ് നമ്മളൊക്കെ പരാജയത്തിന്റെ പടുകുഴിയിൽ പെട്ടുപോകുന്നത്. ആർക്കോ വേണ്ടി എന്തോ ചെയ്യുക, ആ ഒരു പ്രവണത നമ്മൾ നിന്ന് മാറ്റിയാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ. ആർക്കോ വേണ്ടിയാകരുത് നമ്മുടെ അമലുകൾ. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ വയറ് നിറയാനാണ്, മറ്റുള്ളവന്റെ വയറ് നിറയ്ക്കാനല്ല. നമ്മുടെ സങ്കടവും നമ്മുടെ വിഷമവും നമ്മുടെ ദുഃഖവും മാറുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഭക്ഷണം കഴിക്കുന്നത്. ആ റജബിന്റെ പുണ്യം ഏതെങ്കിലും ഒരാൾ വീടിന്റെ കത്തട്ടിൽ ഒരാൾ നോമ്പ് നോറ്റത് കൊണ്ടെല്ലാം വിടൂല. ചില ആളുകൾ റജബ് മാസം നല്ലതുപോലെ നോമ്പ് നോറ്റുകൊണ്ട് കടന്നു വരുന്നവരുണ്ട്. എല്ലാ മേഖലകളിലും അല്ലാഹുവേ എന്നുള്ള ആ ഒരു ചിന്തയിലൂടെ മനുഷ്യന്മാര് കടന്നു വരുന്നവരുണ്ട്. അതുകൊണ്ടാണ് ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ഒരു വനഞ്ചരിവിന്റെ ഉള്ളിലൂടെ കടന്നു പോവുകയാണ്. അല്ലാഹുവേ ആരും കാണാത്ത, ആരും ചെന്നെത്താത്ത വനഞ്ചരിവ്. ആ വനഞ്ചരിവിന്റെ അരികിലൂടെ ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കടന്നു പോകുമ്പോൾ ഒരു പാറയുടെ മുകളിൽ ഇരുന്നുകൊണ്ട് ഒരാൾ കരയുകയാണ്. അഹ്മദുൽ ഗസ്നവി റഹിമഹുള്ളയാണ് ഇരിക്കുന്നത്. മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അൻചാരാ റളിയ ഇലാഹുനാ അൽ ഗൗതി ഖുത്ബിനാ സിദ്നാ ഖുദ്നാ ബി ഐദീനാ മുഹയ്യിദ്ദീൻ ശൈഖിനാ. പരിശുദ്ധമാക്ക പരിശുദ്ധരായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വനഞ്ചരിവിലൂടെ സഞ്ചരിക്കാൻ ആ സമയമാണ്. ആരോ കരയാൻ ചോദിച്ചെന്തേ കരയുന്നത്? ഉടൻ തന്നെ ആ വനഞ്ചരിവിലെ പാറയുടെ മുകളിൽ ഒറ്റക്കിരിക്കുന്ന മനുഷ്യൻ പറഞ്ഞു പോയി, പരമിൽ നീലവാണി ആരംഭ പൂവാണി മണിമുത്ത് നൂറോരേ അനുവാദം ഇല്ലാതെ പൊറുക്കേണേ മാപ്പാക്കി തന്നിടോ യാ അല്ലാഹു. അല്ലാഹുവേ കരുണക്കടലായ അല്ലാഹ്, അങ്ങനെ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു അവിടെ അതാ ഇരുന്നിട്ട് ചോദിക്കുന്നു, എന്തിനാണ് ഇരിക്കുന്നത്? അവിടെ നിന്ന് പറഞ്ഞു, അല്ലാഹുവിനെ ഓർക്കാനാണ്, അല്ലാഹുവിനെ പറ്റി ചിന്തിക്കാനാണ്, അല്ലാഹുവിന്റെ വഴികളിലൂടെ കടന്നു വരുവാനാണ്. അതുകൊണ്ടാണ് ആരും അറിയാതെ ഈ വനഞ്ചരിവിന്റെ ഉള്ളിൽ ഞാൻ ഇരിക്കുന്നത് എന്ന് പറയുമ്പോഴാണ് അവിടെ നിന്ന് മുഹയ്യിദ്ദീൻ തങ്ങൾ പറഞ്ഞത്, വിദേശത്തേക്ക് പോകുന്നവർ, അതുപോലെ ദൂരയാത്രയ്ക്ക് പോകുന്നവർ, അവരുടെ എല്ലാവരുടെയും ഖൽബിന്റെ തട്ടില് അല്ലാഹ് എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ അവർ വിജയം പ്രാപിച്ചു. പ്രവാസ ലോകത്ത് പോകുന്നവരാണെങ്കിൽ വിജയം പ്രാപിച്ചു. നാടുകളിൽ കച്ചവടം ചെയ്യുന്നവരാണെങ്കിൽ വിജയം പ്രാപിച്ചു. അല്ലാഹു നമുക്ക് തരും. ആ നമ്മൾ വേണ്ടുന്ന കോലത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അവിടെയാ നമുക്ക് വിജയം കിട്ടുന്നത്. അല്ലാഹു നമ്മളെ മുഴുവനും ഖബൂലാക്കട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ പഠിച്ചുകൊള്ളുക. അല്ലാഹ് അല്ലാഹ് എല്ലാവരും ഒന്ന് ചൊല്ലുമോ? ഹസ്ബി അല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഹസ്ബി അല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഹസ്ബി അല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സഹോദരങ്ങൾ എല്ലാവരും നല്ല നിയത്തോടെ ഒരു താജ് സ്വലാത്ത് കൂടെ ചൊല്ലുക. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് സ്വാഹിബി താജി വൽ മിഅറാജി വൽ ബുറാഖി വൽ അലം ദാഫിഇൽ ബലാഇ വൽ വബാഇ വൽ ഖഹ്തി വൽ മർളി വൽ അലം ഇസ്മുഹു മക്തൂബും മർഫൂഉം മശ്ഫൂഉം മൻഖൂഷ് ഫിൽ ലൗഹി വൽ ഖലം സയ്യിദുൽ അറബി വൽ അജം ജിസ്മുഹു മുഖദ്ദസും മുഅത്തറും മുതഹ്ഹറും മുനവ്വറും ഫിൽ ബൈതി വൽ ഹറം ശംസുൽ ളുഹാ ബദ്റുദ്ദുജാ സദറുൽ ഉലാ നൂറുൽ ഉദാ
خف الورى مصباح الظلم جميل الشيم شفيع العمم صاحب الجود والكرم والله عاصمه وجبريل خادمه والبراق مرقبه والمعراج سفره وسدرة المنتهى مقامه وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجود سيد المرسلين خاتم النبيين شفيع المذنبين أنيس الغريبين رحمة للعالمين راحة للعاشقين مراد المشتاقين شمس العارفين سراج السالكين مصباح المقربين محب الفقراء والغرباء والمساكين سيد الثقلين نبي الحرمين إمام القبلتين وسيلتنا في الدارين صاحب قاب قوسين محبوب رب المشرقين والمغربين جد الحسن والحسين مولانا ومولى الثقلين أبي القاسم عبد سيدنا محمد بن عبد الله نور من نور الله يا أيها المشتاقون بنور جماله صلوا عليه وعلى آله وسلموا تسليما. ഒരുപാട് സഹോദരങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ വിഷമങ്ങളും സങ്കടങ്ങളെല്ലാം അല്ലാഹു തആല മാറ്റി കൊടുക്കട്ടെ. ഹസ്ബൻഡിന്റെ കച്ചവടത്തിൽ ഖൈറും ബറക്കത്തും ഉണ്ടാകാൻ വേണ്ടി എന്ന് പറഞ്ഞവരുണ്ട്. അതുപോലെ ഒരു സഹോദരിക്ക് ഷുഗർ കൂടി ബുദ്ധിമുട്ടാണ്, ദ്വാരക്കണം. ഒരു സഹോദരിയുടെ ഭർത്താവിന് പനിയും ശരീരവേദനയുമാണ്, ദ്വാരക്കണം. വളാഞ്ചേരി ദാറുസ്സലാമിലെ ഉമ്മയുടെ രോഗം ശിവയാകാൻ വേണ്ടി ദ്വാ ചെയ്യണം. ഒരു സഹോദരിക്ക് പെൺകുട്ടിയാവാനും ദ്വാരക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على رسولك سيدنا وحبيبنا മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാഹ്. പരിശുദ്ധമായി റജബിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ ഞങ്ങളെ നീ ഖായിബാക്കല്ല അല്ലാഹ്, ഞങ്ങളെ നീ തട്ടല്ലേ അല്ലാഹ്. അല്ലാഹുവേ, പരിശുദ്ധമായ മജ്ലിസിൽ കടന്നിരിക്കുന്ന ഓരോരുത്തരെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. ഓരോ ഉമ്മമാരെയും ഓരോ ഉപ്പമാരെയും ഓരോ ചെറുപ്പക്കാരെയും ഓരോ പ്രിയപ്പെട്ടവരെയും നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മനസ്സ് മുഴുവനും സങ്കടപ്പെടുന്ന പൊന്നുമകളുടെ പൂമുഖം കണ്ടപ്പോൾ അല്ലാഹ്, കാലിലെല്ലാം ഫുള്ള് പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് കിടക്കുന്ന കണ്ടപ്പോ അല്ലാഹുവേ സഹിക്കാൻ പറ്റുന്നില്ല അല്ലാഹ്. പടച്ചോനെ, ആ കുഞ്ഞുമോളെ രോഗത്തിന് നീ ശമനം കൊടുക്കണേ അല്ലാഹ്, നീ ശമനം കൊടുക്കണേ അല്ലാഹ്, നീ ശമനം കൊടുക്കണേ അല്ലാഹ്. വേദനകളെല്ലാം സങ്കടങ്ങളെല്ലാം നീ മാറ്റണേ അല്ലാഹ്. അല്ലാഹുവേ, കണ്ണീരുകളും സങ്കടങ്ങളും കൊടുക്കല്ല പടച്ചവനെ. അല്ലാഹുവേ, ഈമാനിന്റെ വെളിച്ചം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയാന്തരങ്ങളിൽ നീ ചൊരിഞ്ഞു നൽകണേ അല്ലാഹ്. കടമുള്ളവരുടെ കടങ്ങളെ മാറ്റണേ അല്ലാഹ്. പ്രയാസമുള്ളവരുടെ പ്രയാസങ്ങളെ നീ മാറ്റണേ അല്ലാഹ്. മാരകമായ ക്യാൻസർ പോലെ, അറ്റാക്ക് പോലെ, അപസ്മാരം പോലെ അല്ലാഹുവേ, പല പല രോഗങ്ങൾ കൊണ്ട് പലരും പ്രയാസത്തിലാണ് അല്ലാഹ്. അവരുടെയൊക്കെ പ്രയാസങ്ങളെല്ലാം നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹുവേ, പവിത്രമായ റജബിന്റെ പോരിശകള് ഹൃദയാന്തരങ്ങളിൽ കൊണ്ടുവന്നിട്ട് അല്ലാഹുവേ, നിന്നെ വഴിപ്പെട്ടുകൊണ്ട് കടന്നു പോകാൻ ഞങ്ങൾക്കൊക്കെ തൗഫീഖ് തരണേ അല്ലാഹ്. ഇതിലാരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങളാണ് മനസ്സിൽ നീയത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാഹുവേ,
അവരുടെയൊക്കെ മനസ്സിന്റെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഖബൂലാക്കണേ അല്ലാഹ്. അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട്, താജുസ് സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ആര് എന്തെല്ലാം ആഗ്രഹം പറഞ്ഞു അതെല്ലാം നീ സഫലമാക്കണേ അല്ലാഹ്, ഖബൂലാക്കണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ റഹ്മാനേ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين.